പ്രൈസ് ലോർഡ്. എല്ലാവർക്കും വന്ദനം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ജബ്ബേസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിച്ചു. ഇന്ന് അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങളും വഴിത്തിരിവുകളും ഉണ്ടാക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഹന്നയുടെ പ്രാർത്ഥനയാണ്. ആമേൻ. എല്ലാവർക്കും ഇതറിയാം, എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞാൻ ഈ ദൂതുകളിലൂടെ നിങ്ങളെ നടത്തുകയാണ്. 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ ഹന്നയുടെ പ്രാർത്ഥന കാണാൻ കഴിയും. ആമേൻ. തികച്ചും വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന. ഞാൻ ഈ പ്രാർത്ഥിക്കുന്നവരടുത്ത് ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊരു ചർച്ച് ഹാളിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇച്ചിരി സ്റ്റാൻഡേർഡായിട്ടോ ഇച്ചിരി പക്വതയോടോ പരിജ്ഞാനത്തോടൊക്കെ അങ്ങ് പ്രാർത്ഥിക്കുക. പക്ഷേ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആമേൻ ഒത്തിരി ആമുഖങ്ങളോ ഇൻട്രൊഡക്ഷനുകളോ ആമേൻ നിങ്ങളുടെ ഒഫീഷ്യൽ പ്രാർത്ഥിക്കുന്നത് പോലെ വ്യക്തിപരമായ പ്രാർത്ഥന പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ അപ്പനോട് സംസാരിക്കുന്ന പോലെ, അടുത്ത ബന്ധമുള്ള ഒരാളുമായി സംസാരിക്കുന്ന പോലെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ എന്തോ ഉള്ള അത് അങ്ങോട്ട് പറയുക. ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാലെന്ന ആ വാക്ക് അവിടെ കിടക്കുന്നത് പ്രാർത്ഥിച്ചു പറയുക. എല്ലാവരും ഒന്ന് ഈ വാക്കൊന്ന് കേൾക്കുമ്പോൾ പറയണം, പ്രാർത്ഥിച്ച് പറയുക. എന്നാൽ പ്രാർത്ഥനയുടെ അടുത്തൊരു ഡയമെൻഷനാണ് പ്രാർത്ഥിച്ച് പറയുക. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ആരടുത്തും പറഞ്ഞാൽ, നമ്മളൊരു കാര്യം ഒരാടുത്ത് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം പോലെ അവർ ചിന്തിക്കണമെന്നോ അവരത് മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ട് ദൈവത്തോട് പറയുക. ഏറ്റവും നല്ലത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തോട് പറയുക. ഈ പ്രാർത്ഥനയ്ക്കൊരു നിങ്ങൾക്കറിയാം, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കണ്ട പുരോഹിതൻ അന്നത്തെ കാലത്ത് ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ വീഞ്ഞു കുടിച്ച് പലരും ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആലയങ്ങളിൽ. അതുകൊണ്ട് അതേപോലെ അന്നയുടെ ഈ വിതുമ്പലും വ്യത്യസ്തമായ പ്രാർത്ഥനാ ശൈലിയൊക്കെ കണ്ടിട്ട് പുരോഹിതൻ വന്ന് പറഞ്ഞു, ഏലിയ പുരോഹിതൻ പറഞ്ഞു, ഇവള് വീഞ്ഞു കുടിച്ചിട്ടിരിക്കുക, എന്തോ പ്രശ്നമൊക്കെ ഉണ്ട്. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ചുറ്റുപാടുകളും കാണുന്നവരും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കമൻ്റ് അടിച്ചാലും അത് തെറ്റാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും നിങ്ങളുടെ കരച്ചിലും അനുതാപനവും നിങ്ങളുടെ ദൈവമായിട്ടുള്ള ആവേശങ്ങളൊന്നും കുറയ്ക്കരുത്. അത് ഏറ്റവും കൂടുക. ഇപ്പോൾ ഇച്ചിരി കമൻ്റ് അടിച്ചാലും പിന്നീടത് ഒരനുഗ്രഹമായി മാറും. ഇന്ന് ആരെങ്കിലുമൊക്കെ എതിർത്താലും നാളെ നിങ്ങൾക്കതൊരു അനുഗ്രഹമായി മാറും. കൈ ഉയർത്തി നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരാമയം പറഞ്ഞ് ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ കൂടെ സഞ്ചരിച്ചാൽ. അന്നയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത ഒരു തുടക്ക സമയത്ത് തന്നെ കർത്താവിനെ ഉയർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു. അത് 2-ാം വാക്യത്തിൽ കാണാൻ പറ്റും. യഹോവേ, അങ്ങെപ്പോലെ പരിശുദ്ധനില്ല. അഡോറേഷനാണ്, ഉയർത്തുകയാണ്. നീ അല്ലാതെ ഒരുത്തനുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല. ദൈവത്തെ ഉയർത്തിക്കൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തെ നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുക. നിങ്ങളിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ നാമം ഉയർത്തുക, അവനെ ലിഫ്റ്റ് ചെയ്യുക, അവനെ ഗ്ലോറിഫൈ ചെയ്യുക. ഉയർത്താൻ പറ്റാവുന്ന ഏറ്റവും നല്ല നാമം നമ്മുടെ കർത്താവിൻ്റെ നാമമാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നമ്മുടെ ദൈവത്തെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഒത്തിരി കാര്യങ്ങളുണ്ട്, ബാക്കി നിങ്ങൾ വായിക്കുക. അടുത്തത്, അവൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം, യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും നമ്മൾ പ്രസംഗിക്കുന്ന പോലെയല്ല പുറത്തുള്ള ഔട്ടർ എക്സ്പ്രഷൻ അല്ല ദൈവം നോക്കുന്നു. ദൈവം ഹൃദയത്തെ തൂക്കി നോക്കുന്നവനാണ്. ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾ അഭിനയിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഈ ഹന്ന പറയുന്ന വാക്ക് ഞാൻ നിങ്ങളോട് പറയാം, അവൻ ഹൃദയത്തെ തൂക്കി നോക്കുന്നവനാണ്. അവൻ്റെ കയ്യിലൊരു ത്രാസുണ്ട്. ലോകത്തിൽ ആരുടെയും അങ്ങനെ ഒരു ത്രാസില്ല. തടി അളക്കുന്ന ത്രാസുണ്ട്, തടിയുടെ ഭാരം അളക്കുന്ന ത്രാസുണ്ട്, വാഹനത്തിൻ്റെ ഭാരം അളക്കുന്ന ത്രാസുണ്ട്, തൂക്കുന്ന ത്രാസുണ്ട്. നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളെല്ലാം തൂക്കിയാണ് നോക്കുന്നത്. എല്ലാത്തിനും ത്രാസുകളുണ്ട്. പക്ഷേ ലോകത്തിലെങ്ങുമില്ല ഹൃദയത്തെ തൂക്കി നോക്കുന്ന ത്രാസ്. അത് നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഒരുവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിനറിയാം അവൻ എന്തിനിരിക്കുന്നു, അവൻ്റെ ഹൃദയം എന്തുവാ, അവൻ്റെ ഇൻറ്റൻഷൻ എന്തുവാ, അവൻ്റെ ആശയം എന്തുവാ. നിങ്ങളുടെ ഹൃദയം തൂക്കി നോക്കുന്നവനാണ്. പവിത്രമാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥന, നിർമ്മലമാകട്ടെ. നമ്മൾ ആരുടെ മുമ്പിൽ ഇരിക്കുന്നെന്ന് നമ്മൾ അറിയട്ടെ. അടുത്ത വാക്കും കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ ഒരു വലിയ ദൈവസാന്നിധ്യം, ഒരു പ്രാർത്ഥനയുടെ ആത്മാവും എന്നെ കേട്ടിരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നു. അടുത്തൊരു വാക്യമുണ്ട്,
ആമേൻ. യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. വീരന്മാരുടെ വില്ലൊടിഞ്ഞു പോകുന്നു, ഇടറിയവരോ ബലം ധരിക്കുന്നു. എല്ലാവരും ഒന്ന് വായികൾ തുറന്ന് പറഞ്ഞ്, നിങ്ങൾ ഇരിക്കുമ്പോൾ പറഞ്ഞ്, ഇടറിയവർ ബലം ധരിക്കുന്നു. വീരന്മാർ തകർന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഇടറിപ്പോയവർ ബലം ധരിക്കുന്നു. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, സമ്പന്നർ. സമ്പന്നർ, നിങ്ങൾ ആ വാക്ക് ആമേൻ കേൾക്കണേ. സമ്പന്നർ ആഹാരത്തിനായി കാത്തിരിക്കുന്നു. ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല സമ്പന്നന്മാർ ആഹാരത്തിനായി കാത്തിരിക്കുന്നത്. പക്ഷേ ആമേൻ 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 ദൈവത്തിൽ ആശ വെക്കുന്നവരെ ദൈവം വഴി നടത്തുന്നു. അവർ വിശ്രമം പ്രാപിക്കുന്നു. വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു. ആമേൻ. മച്ചി 7 പ്രസവിക്കുന്നു. സാധ്യതയുള്ളവർ ആമേൻ ഒന്നും നടക്കാതെ അവരുടെ ജീവിതം മാറുന്നു. ആമേൻ. ചിലരുടെ പുത്രസമ്പത്ത് ക്ഷയിച്ചു പോകുന്നു, പക്ഷേ മച്ചിമാർ 7 പ്രസവിക്കുന്നു. ആമേൻ. ആ പ്രാർത്ഥനയുടെ ആമേൻ ദൈവത്തെ കണ്ട്, ദൈവത്തിന് ചെയ്യാൻ പറ്റുമെന്ന് കണ്ട് അന്ന പ്രാർത്ഥിക്കുകയാണ്. അടുത്ത പ്രാർത്ഥന എൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും എൻ്റെ ജീവിതത്തിനകത്ത് പല പ്രാവശ്യം പിടിച്ചു നിർത്തിയതുമായ വാക്യമാണ്, യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. ആമേൻ. അതിൻ്റെ 6ാമത്തെ വാക്യം, യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിലിറക്കുകയും ഉദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുന്നവനാണ്. ബാക്കിയുള്ള വാക്യങ്ങൾ നിങ്ങൾ താഴോട്ട് വായിക്കുക. അമ്മ ഇനി 2-3 വാക്കുകൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി. അന്നയുടെ പ്രാർത്ഥന, യഹോവയ്ക്ക് കൊല്ലാൻ കഴിയും, യഹോവയ്ക്ക് ജീവിപ്പിക്കാൻ കഴിയും. യഹോവയ്ക്ക് പാതാളത്തിൽ ഇറക്കാൻ പറയും, അവന് ഉദ്ധരിക്കാനും കഴിയും. ആമേൻ. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. പറഞ്ഞാട്ടെ, യഹോവ അവൻ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അടുത്ത എൻ്റെ ഏറ്റവും ഫേവറേറ്റായ വാക്ക്, എൻ്റെ എല്ലാ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ആമേൻ വഴികളെല്ലാം അടഞ്ഞു പോയപ്പോഴെല്ലാം ഞാൻ പറഞ്ഞ് ജയിച്ചൊരു വാക്യമാണ്, അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. എൻ്റെ ഫേവറേറ്റ്. എൻ്റെ വിവാഹ സമയങ്ങളിൽ ആമേൻ കടന്ന് ആമേൻ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ചെയ്യും, എങ്ങനെ കാര്യങ്ങൾ ചെയ്യും, ഓരോ ആവശ്യങ്ങൾ എൻ്റെ മുമ്പിൽ വരുമ്പോഴെല്ലാം വ്യക്തികളോട് മനുഷ്യനോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷെ ദൈവത്തോട് ഞാൻ പലപ്പോഴും പറഞ്ഞ വാക്യമാണ്, യഹോവേ നിനക്ക് ദാരിദ്ര്യവും ഐശ്വര്യവും നൽകാൻ കഴിയും. കർത്താവേ നിനക്ക് ദാരിദ്ര്യവും ഐശ്വര്യവും നൽകാൻ കഴിയും. നിനക്ക് ജീവിപ്പിക്കാനും കൊല്ലുവാനും നിനക്ക് കഴിയും. നിനക്ക് ഉദ്ധരിക്കാൻ പറ്റും. അടുത്ത വാക്കാണ് എൻ്റെ ഫേവറേറ്റ് വാക്ക്, മറന്നു പോകരുത്, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു. അവൻ സാധാരണക്കാരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ അവൻ ഉയർത്തുന്നു. ഞാനത് കണ്ടിട്ടുണ്ട് എൻ്റെ ലൈഫിൽ, അത് അനുഭവിച്ചു. ഞാൻ എന്തനുഭവിച്ചോ അതാണ് നിങ്ങളോട് പറയുന്നത്. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പത്തൊട്ടിയിൽ നിന്ന് ഉയർത്തുന്നു. ഏത് കുപ്പയിൽ നിന്നും ഏത് കുരുക്കിൽ നിന്നും എൻ്റെ ദൈവത്തിന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പറ്റും, എന്നെ എഴുന്നേൽപ്പിക്കാൻ പറ്റും. അങ്ങനൊരു ദൈവപ്രവൃത്തിയുടെ സമയമായി നമുക്ക് ഒരുമിച്ച് ഈ വാക്കുകൾ പറഞ്ഞ് എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ലേസ് മേ തോരി സന്തര പ്രഭാത. കർത്താവേ, ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ പലർക്കും മനസ്സിലാകത്തില്ല. ഞങ്ങളുടെ കണ്ണീര് കാണുമ്പോൾ, ഞങ്ങളുടെ വേദന കാണുമ്പോൾ, ഞങ്ങളുടെ ഇടറിയ ശബ്ദം കേൾക്കുമ്പോൾ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പുകൾ പോലും അറിയാകുന്ന നിനക്കാണല്ലപ്പാ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അന്ന പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയ്ക്ക് അസാധാരണമായ മറുപടി കൊടുത്ത് കരയുന്ന മാതാവിന് നിലവിളിച്ചു തുടങ്ങുന്ന അന്നയുടെ പ്രാർത്ഥന കേട്ട് ദൈവ ശമൂവേലിനെ കൊടുത്തു എന്നൊക്കെ ഞങ്ങൾ പറയുന്നല്ലോപ്പാ. നീ ആ മറുപടി കൊടുത്തല്ലോ. കർത്താവേ, ഈ ജനത്തിൻ്റെ മേൽ ഐശ്വര്യം ഉണ്ടാകട്ടെ. പലർക്കും നടക്കാതെ പോകുന്നത് ഇവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ. മച്ചിമാർ 7 പ്രസവിക്കുമെന്ന് പറഞ്ഞല്ലോ. കർത്താവേ, സാധ്യതയുള്ളവരുടെ മുമ്പിൽ അടയുമ്പോൾ സാധ്യതയില്ലാത്തവരുടെ മുമ്പിൽ ചിലത് തുറന്നു വരട്ടെ. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ചിലത് തുറക്കാൻ പോകുക. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഈ പദങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവൻ ജീവിപ്പിക്കുന്ന ദൈവമാണ്. അവന് കൊല്ലാൻ കഴിയും, അവന് ഐശ്വര്യം വെക്കാൻ കഴിയും, അവന് ദാരിദ്ര്യം വെക്കാൻ കഴിയും. കർത്താവേ, ഞങ്ങളുടെ ഐശ്വര്യം ഞങ്ങളുടെ മേൽ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ മേൽ ആ ജീവനെ സ്വീകരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ആ വാക്ക് ഡിക്ലെയർ ചെയ്യുന്നു. അന്ന പറഞ്ഞത് തന്നെ അന്നയുടെ മക്കളും അടുത്ത ജനറേഷനും അത് കണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത്, ഈ പ്രാർത്ഥന ഞങ്ങളുടെ വീടുകളുടെ അകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് പറയുന്നത്, ഈ വീടുകളുടെ അകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകും. നിന്റെ സാഹചര്യങ്ങളുടെ നടുവിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. നിന്റെ അവസ്ഥകൾ മാറും. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ കൈ ഉയർത്തി ഒന്ന് പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഫേവറേറ്റ് വാക്ക്, എന്നെ ചലിപ്പിച്ച വാക്ക്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞാൻ നിങ്ങളോട് പ്രവചിക്കുക. അവൻ ദരിദ്രനെ
കുപ്പയിൽ നിന്ന് ഉയർത്തും. നിങ്ങളുടെ ദാരിദ്ര്യമുള്ള, നിങ്ങൾ എത്ര സാധാരണക്കാരനാണെങ്കിലും, നിങ്ങളുടെ കൂടെ ആരുമില്ലെങ്കിലും, നിങ്ങൾക്ക് കരം പിടിക്കാൻ ആളില്ലെങ്കിലും, ആശ്രയിപ്പാൻ ആരുമില്ലെങ്കിലും, ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, ദൈവം നിന്നെ ഉയർത്തും. ആരത് തടുക്കും? ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തും. പിന്നെ നിന്റെ സീറ്റ് മാറും. നിന്റെ സമ്പന്നന്മാരുടെ കൂടെ ദരിദ്രനെ ഇരുത്തുന്ന ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആ കുപ്പത്തൊട്ടിന്ന് ചിലതിനെ ദൈവം ഉയർത്തട്ടെ. അസാധാരണക്കാരായി മാറ്റട്ടെ. ആമേൻ. സാധ്യതയില്ലാത്ത ചില ഹൗറാമ സാന്ത്വന പ്രഭാതന ചില കുടുംബങ്ങളെ ദൈവപ്രവൃത്തി കാണട്ടെ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ, ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിൻ്റെ വീട്ടിൽ ദാരിദ്ര്യവും ആമേൻ നിലവിളിയും ദുഃഖവും ആമേൻ എല്ലാം ആയിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞാൻ പറയുന്നു, ഈ പ്രാർത്ഥനകൾ കണ്ടിന്യൂ ചെയ്യുക. കർത്താവ് നിന്നെ ഉയർത്തും. അങ്ങയുടെ നാമം ചൊല്ലി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അന്നയുടെ പ്രാർത്ഥനയ്ക്ക് ചലനമുണ്ടായതുപോലെ, ഒരു വിടുതലുണ്ടായതുപോലെ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ചലനമുണ്ടാകട്ടെ. ഐശ്വര്യം ഞങ്ങൾ സ്വീകരിക്കുന്നു, ജീവനെ സ്വീകരിക്കുന്നു, ആമേൻ, ഉയർച്ചയെ സ്വീകരിക്കുന്നു. അന്ന പ്രാർത്ഥിച്ചതുപോലെ നീ കുപ്പത്തൊട്ടി ഞങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ശക്തനാണല്ലോ. ഈ ജനത്തെ ഹന്നയുടെ പ്രാർത്ഥനയുടെ അഭിഷേകം പോലെ അങ്ങനെ വിതുമ്പി കരഞ്ഞ് നിലവിളിച്ച് മനസ്സ് പൊട്ടി ആമേൻ പ്രാർത്ഥന റൂമിൽ ഭ്രാന്ത് പോലെ ആമേൻ സുബോധം നഷ്ടപ്പെട്ടവനെ പോലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാക്കാർ എഴുന്നേൽക്കട്ടെ. ഹൃദയം പകരുന്ന പ്രാർത്ഥനാക്കാർ എഴുന്നേൽക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു ഇൻ ജീസസ് നെയിം. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ പ്രാർത്ഥന, ഹന്നയുടെ പ്രാർത്ഥന, നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. ഈ വാക്ക് നിങ്ങളോട് വായിക്കണം, എന്നെങ്കിലും ഇച്ചും കൂടെ അത് മനസ്സിലാക്കത്തുള്ളൂ. ഈ അധ്യായങ്ങൾ വായിക്കുക. ആമേൻ. കഴിഞ്ഞ പ്രാർത്ഥന നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ വീഡിയോയിൽ ജബ്ബേസിൻ്റെ പ്രാർത്ഥനയുണ്ട്. അടുത്തൊരു പ്രാർത്ഥനയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഗോഡ് ബ്ലസ് യു. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം തന്നെ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ വാക്ക് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു, നിർത്തുന്നു. അവൻ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. ദരിദ്രനെ അവൻ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. സമ്പന്നന്മാരെ കൂടെ അവൻ ഇരുത്തുന്നു. ഇത് നിങ്ങളെക്കുറിച്ചുള്ള ദൂതാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.